1982 ഒരു ഏപ്രിൽ മാസം മൗലവി അത്താവുള്ള ഹനീഫ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ഖബറിടത്തിൽ വന്നിരിക്കുകയാണ് അദ്ദേഹത്തെ സന്ദർശിക്കാൻ. അപ്പോൾ ആ ഖബറരിയിൽ അദ്ദേഹം ഒരു വൃദ്ധയെ കണ്ടു. ആ വൃദ്ധ സ്ഥിരമായിട്ട് അബുൽ കലാം ആസാദിൻ്റെ ഖബറിടത്തിൽ വരികയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അത്താവുള്ള ഹനീഫിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അത്താവുള്ള ഹനീഫ് ആ വൃദ്ധയോട് ചോദിച്ചു, നിങ്ങൾ അബുൽ കലാം ആസാദിൻ്റെ ബന്ധുവാണോ? നിങ്ങൾ സ്ഥിരമായിട്ട് ഈ ഖബറിടത്തിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം? ആ സ്ത്രീ പറഞ്ഞു, ഞാൻ അബുൽ കലാം ആസാദിൻ്റെ ബന്ധുവൊന്നുമല്ല, പക്ഷേ വിഭജന കാലത്ത് ഡൽഹിയിൽ കൊള്ളയും കൊലയും കൊള്ളിവെപ്പൊക്കെ സജീവമായിരുന്ന സമയത്ത് അസംഖ്യം ആളുകൾ മൗലാന അബുൽ കലാം ആസാദിൻ്റെ വസതിയിൽ അഭയം പ്രാപിച്ചിരുന്നു. ആ അഭയാർത്ഥികൾ ഒരാളാണ് ഞാൻ. കാര്യങ്ങൾ പൂർവ്വസ്ഥിതി പ്രാപിച്ച സമയത്ത് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. ഞാൻ മാത്രം അവിടെ ഒറ്റയ്ക്കായി. അങ്ങനെ അബുൽ കലാം ആസാദ് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് ഇപ്പോഴും വീട്ടിലേക്ക് തിരിച്ചു പോവാത്തത്? അബുൽ കലാം ആസാദിനോട് ഞാൻ പറഞ്ഞു, ഞാൻ താമസിക്കുന്ന ഡൽഹിയുടെ ഒരു പ്രാന്ത പ്രദേശത്താണ്, പക്ഷേ എൻ്റെ വീട് അഭയാർത്ഥികൾ കയ്യേറിയിരിക്കുന്നു. എനിക്ക് ആകെ ഉണ്ടായിരുന്ന 2 മക്കൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. എനിക്കാരുമില്ല, ഞാൻ അനാഥയാണ്. ഇത് കേട്ട ഉടനെ അബുൽ കലാം ആസാദ് ആ വൃദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഒരു വീട് സജ്ജീകരിച്ചു കൊടുക്കുന്നു. എല്ലാ മാസവും ആദ്യത്തിൽ അവർക്ക് വേണ്ട പണവും ഭക്ഷണവും അവശ്യ വസ്തുക്കളും ആ വീട്ടിലേക്ക് മുടങ്ങാതെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ആ വൃദ്ധ പറയുന്നുണ്ട്, ഒരിക്കൽ പോലും ആ ആവശ്യവുമായി അവരുടെ വീട്ടിലേക്ക് പോകേണ്ടുന്നൊരു അവസ്ഥ എനിക്കുണ്ടായിട്ടില്ല. കൃത്യമായിട്ട് ആ അവശ്യ വസ്തുക്കളും ഭക്ഷണങ്ങളും പണവും ഒക്കെ എൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു തരുമായിരുന്നു. ഇതിലേറ്റവും വിസ്മയകരമായിട്ടുള്ളൊരു വശം എന്ന് പറയുന്നത്, അങ്ങനെ മൗലാന അബുൽ കലാം ആസാദ് മരിച്ച സമയത്ത് ഈ വൃദ്ധ വളരെയധികം പരവശയായി. കാരണം അദ്ദേഹം മരിച്ചു പോയിരിക്കുന്നു, എനിക്കിതുവരെ കിട്ടിയിരുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണം, പണം, അവശ്യ വസ്തുക്കളൊക്കെ ഇനിയും ലഭിക്കുമോ എന്ന് ആലോചിച്ചിട്ട് ഈ സ്ത്രീ വളരെയധികം വിഷമിച്ചു. പക്ഷെ അത്ഭുതകരമെന്നോണം ആ എല്ലാ മാസവും മുടങ്ങാതെ കിട്ടിയിരുന്ന ആ മുഴുവൻ സൗകര്യവും അടുത്ത മാസവും അതുപോലെ തന്നെ ആ വൃദ്ധയുടെ വീട്ടിലേക്ക് എത്തേണ്ടായി. അപ്പോൾ ഈ വൃദ്ധ അത്ഭുതത്തോട് കൂടിയിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ് എനിക്ക് ഈ ഭക്ഷണവും വസ്ത്രവും അല്ലെങ്കിൽ അവശ്യ വസ്തുക്കളൊക്കെ കൊണ്ടുതരാൻ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അബുൽ കലാം ആസാദ് നിങ്ങളെപ്പോലെ 1000 ആളുകളെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഡയറി കണ്ടെടുക്കുകയും അതിൽ അദ്ദേഹം സ്നേഹിക്കുന്ന, അദ്ദേഹം സഹായിക്കുന്ന, സേവിക്കുന്ന 1000 ആളുകളുടെ പേരുകളും മേൽവിലാസവും ഉണ്ടായിരുന്നു. അത് തേടിപ്പിടിച്ചാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് എന്നാണ്. ഇങ്ങനെ 1000 ആളുകളുടെ മനസ്സിൽ ജീവിക്കുന്ന മതമൈത്രിയുടെ പര്യായമായിരുന്ന അബുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണിന്ന്. പാഠപുസ്തകങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും അദ്ദേഹത്തെ വെട്ടിമാറ്റാൻ ധൃതി കാണിക്കുന്നവർ ചരിത്രത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്.